നമസ്കാരം. MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സിനെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഈ നിമിഷം പുറത്തുവരികയാണ്. ചാനലിലെ മുൻപോട്ടുള്ള പോക്കിനെ പോലും പ്രതിസന്ധിയിലാക്കുന്ന ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളല്ല, ഇതുവരെ സംഭവിച്ച ഫാക്റ്റുകൾ മാത്രമാണ്. എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷനും ഇതിനകത്തില്ല. സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. ഏറ്റവും പുതുതായി നമ്മളെ തേടിയെത്തിയിരിക്കുന്ന വാർത്ത, MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് സാറിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ക്രൈംബ്രാഞ്ച് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് MS സൊല്യൂഷൻസിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു. എങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത്തവണത്തെ SSLC പരീക്ഷാ പേപ്പർ, ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ള ഒരു പരാതി അധ്യാപകർ ഉന്നയിക്കുകയാണ്. പല കോണിൽ നിന്നും ഈ ഒരു പരാതി വരുന്നു. ഈ ഒരു പരാതി വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കൂടി അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നു. ഇത്തവണത്തെ SSLCയുടെ ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർന്നിരിക്കുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി സമ്മതിക്കുകയാണ്, ഇത്തവണത്തെ ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർന്നിട്ടുണ്ട്, കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു വാർത്ത വന്നതോട് കൂടിയിട്ട് MS സൊല്യൂഷൻസിന്റെ പേര് കൂടുതൽ ചർച്ചയായിരുന്നു. കാരണം MS സൊല്യൂഷൻസ് ആണ് ചോർത്തി എന്നാണ് പ്രധാനമായിട്ടും ഈ ഒരു പരാതി ഉണ്ടായിരുന്നത്. അതിനുശേഷം ക്രൈംബ്രാഞ്ചിനെ കേസ് ഏൽപ്പിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. അന്വേഷിച്ചതിനും FIR ഈ ഒരു കാര്യത്തിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. ഈ FIR പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇത്തവണത്തെ SSLC ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം ക്രൈംബ്രാഞ്ചും വ്യക്തമായിട്ട് തന്നെ ആ റിപ്പോർട്ടിൽ പറയുന്നു. ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു വിവരം അവിടെ മെൻഷൻ ചെയ്യുകയാണ്. MS സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധമുണ്ട്. പറയുന്നത് ഞാനല്ല, എന്റെ വാക്കുകളല്ല, ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലെ ആ ഒരു FIR കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക മാത്രം ചെയ്യുന്നു. MS സൊല്യൂഷൻസിന്റെ ഈ ഒരു ചോദ്യപേപ്പർ ചോർത്തിൽ പങ്കുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് പറയുകയാണ്. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ MS സൊല്യൂഷൻസ് ചാനൽ കൂടി വീഡിയോയിൽ വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം വ്യക്തമാക്കിയത്, MS സൊല്യൂഷൻസ് എന്ന ചാനൽ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല, അദ്ദേഹത്തിനുള്ള ആരോപണങ്ങൾ മാത്രമാണ്, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഷുഹൈബ് അദ്ദേഹം ഇതുവരെയും ആ ഒരു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത്. ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പയിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു. ഒരുപക്ഷെ ചോദ്യം ചെയ്യുന്ന ഹാജരായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ലുക്ക് ഔട്ട് നോട്ടീസ് ഒന്നും ഇറക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു സന്ദർഭം ഉണ്ടാകേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഇതുവരെയും അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമല്ല, ചോദ്യം ചെയ്യുന്ന ഹാജരാകുന്നുമില്ല, അദ്ദേഹത്തെ വീട്ടിലും ലഭ്യമല്ല. ഈ ഒരു കാരണം കൊണ്ടാണ് ഇപ്പോൾ ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി പോവുകയാണ്. അതുപോലെ തന്നെ ഷുഹൈബ് അദ്ദേഹം നൽകിയിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്നാണ് പരിഗണിക്കാനിരുന്നത്. ഇന്ന് അത് മാറ്റിവെച്ചിരിക്കുന്നത് 31 മാറ്റിവെച്ചു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യത്തിൽ ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ. എന്ത് തന്നെയാണെങ്കിലും കുറ്റം ചെയ്തത് ആരാണോ അവർ ശിക്ഷിക്കപ്പെടണം. ഇന്നയാൾ കുറ്റം ചെയ്തു എന്ന് കോടതി പറയുന്നത് വരെ നമുക്ക് അവരെ കുറ്റക്കാരനായിട്ട് ഒരിക്കലും കണക്കാക്കാൻ കഴിയില്ല. എങ്കിൽ പോലും ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതൊക്കെ കൈകൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരൊക്കെ നിയമത്തിന് മുന്നിലേക്ക് വരണം. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ, അതിന്റെ ആ ഒരു നിലവാരത്തെ തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏത് കോണിൽ നിന്നുണ്ടായാലും അതെല്ലാം എതിർക്കപ്പെടേണ്ടതാണ്, ചെറുക്കപ്പെടേണ്ടതാണ്. ഈ ഒരു കാര്യം മാത്രമാണ് നമ്മുടെ അഭിപ്രായമായിട്ട് നമുക്ക് രേഖപ്പെടുത്താനുള്ളത്. വീണ്ടും കാണാം.